അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ അധ്യാപകർ. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നതായ സമയം മുതൽ അത് പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യുകയാണ്. കാണുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ, സ്പർശിക്കുന്നതിലൂടെ, രുചിക്കുന്നതിലൂടെ, മണക്കുന്നതിലൂടെ, അതിലെല്ലാ കാര്യങ്ങളും അത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൂടെ കഴിക്കുന്നതെന്ത്, കുടിക്കുന്നതെന്ത്, കാണുന്നതെന്ത്, കേൾക്കുന്നതെന്ത്, സ്പർശിക്കുന്നതെന്ത് എന്നിത്യാദി കാര്യങ്ങൾ എല്ലാം അത് അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനനുസരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അത് വളർന്നു വരികയാണ്. അതിൻ്റെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ധാരാളം അനുഭവങ്ങളുള്ളതായ ഒരു വ്യക്തിയായി അത് രൂപപ്പെടുകയാണ്. അങ്ങനെ വ്യക്തിത്വ വികാസമുണ്ടാകുന്നു. അത് വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വസ്തുതയാണല്ലോ. അങ്ങനെ വിവിധ അനുഭവങ്ങളിലൂടെയാണ് ആ കുഞ്ഞ് വളർന്ന് ഒരു മുതിർന്ന വ്യക്തിയായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആത്മീയ ജീവിതത്തിലായിരുന്നാലും ഭൗമിക ജീവിതത്തിലായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളാണ് പിൽക്കാലത്ത് വിവിധ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. മുൻകാല അനുഭവങ്ങളുടെ ബലത്തിലാണ് പലതും നാം ചെയ്യാറുള്ളത്. അതുകൊണ്ട് അനുഭവങ്ങൾ ഒരു വലിയ സമ്പത്താണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഒരു വ്യക്തി പ്രായം കൊണ്ട് മുതിർന്നു വരുമ്പോഴേക്കും ധാരാളം അനുഭവങ്ങളുള്ള, അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയായി മാറുകയാണ്. അതുകൊണ്ടാണ് മുതിർന്നവരെ പല കാര്യങ്ങളും പല ഉത്തരവാദിത്വങ്ങളും ചെയ്യുവാനായി സമൂഹം ഏൽപ്പിക്കാറുള്ളത്. യൗവനക്കാരെക്കാൾ കൂടുതൽ അനുഭവ സമ്പത്ത് മുതിർന്നവർക്കാണുള്ളത്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ളതായ ഊർജ്ജസ്വതയും ഉത്സാഹവും അതിനുള്ള ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ ഒരുക്കവുമുള്ളത് യുവതലമുറയ്ക്കാണ്. എന്നാൽ അനുഭവ സമ്പത്ത് കൂടുതലുള്ളത് മുതിർന്നവർക്കാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് മുതിർന്നവരുടെ അനുഭവ സമ്പത്ത് അവരെ ധാരാളം കാര്യങ്ങളുടെ മുൻപാകെ ബുദ്ധിപൂർവം പ്രവർത്തിക്കുവാൻ സജ്ജരാക്കുന്നു എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നാലും അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അധ്യാപകരാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം ചെയ്യുന്നുവോ, എന്തെല്ലാം കാണുന്നുവോ, എന്തെല്ലാം കേൾക്കുന്നുവോ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അനുഭവങ്ങളായി രൂപപ്പെടുമ്പോൾ തീർച്ചയായും
നമ്മുടെ ആത്മീക ജീവിതത്തിനും അത് വലിയ ബലം നൽകുന്നു എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവങ്ങളില്ലാത്തതായ ഒരു വ്യക്തിയെ വിശ്വാസിയായി പരിഗണിക്കുവാൻ സാധ്യമല്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യവും ആത്മീയമായി വിവേചിച്ചറിയുവാൻ സാധിക്കുന്നതായ ഒരു വ്യക്തിക്കാണ് അനുഭവ സമ്പത്ത് ആത്മീയമായി ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കുന്നത്. ഉദാഹരണമായി, നമുക്കൊരു പനി വന്നു എന്ന് വിചാരിക്കുക. ആ പനി വരുന്നതായ സമയത്ത് സാധാരണഗതിയിൽ നാം റെസ്റ്റ് എടുക്കാറുണ്ട്. പനി അല്പം കൂടെ കൂടുതലാണെങ്കിൽ നാം ഹോസ്പിറ്റലിലേക്ക് പോകും, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും, അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്നതായ മെഡിസിൻ നാം ഉപയോഗിക്കും, അങ്ങനെ പനി കുറയും. അവിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറയും, ഞാൻ ഡോക്ടറെ കണ്ടു, ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു, ആ മരുന്ന് ഞാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് എൻ്റെ പനി മാറിയത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അതിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയും. എന്നാൽ വിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത്, എനിക്ക് ഡോക്ടറെ കാണാൻ എന്നെ സഹായിച്ചത് കർത്താവാണ്, എനിക്ക് പനി വന്നിരിക്കുന്നത് കർത്താവിൻ്റെ അറിവോടുകൂടെയാണ്, എന്നാൽ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വൈദ്യനെ കണ്ടു, അദ്ദേഹം എനിക്ക് മെഡിസിൻ തന്നു, ആ മെഡിസിൻ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി തന്നത് കർത്താവാണ്, കർത്താവ് എന്നെ സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് സൗഖ്യം ലഭിച്ചത് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുവാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യത്തെയും ആത്മീയമായി വിവേചിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ധാരാളം അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത ധാരാളം അനുഭവങ്ങളുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ സങ്കടത്തിൻ്റേതോ സന്തോഷത്തിൻ്റേതോ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയതായ അനുഭവങ്ങൾ, അങ്ങനെ പല വൈതരണികളെയും നേരിട്ട് അതിനെ അതിജീവിച്ചു പോയതായ അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഇതൊക്കെ നമ്മുടെ ആത്മീയമായ ജീവിതത്തെ ധൈര്യപ്പെടുത്തുന്നതും നമ്മെ മുൻപോട്ട് ധൈര്യത്തോടെ നടക്കുവാൻ സഹായിക്കുന്നതുമാണ് എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. നമ്മുടെ ജീവിത അനുഭവങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ കൃത്യമായ ഒരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ പലതും പ്രയാസങ്ങളുണ്ടാക്കുന്നതാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നൊക്കെ നാം വിചാരിച്ചിരുന്നിരിക്കാം. പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ അതെല്ലാം നന്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതായ കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ പ്രയാസകരമെന്ന് തോന്നാവുന്ന, ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളെന്ന് തോന്നാവുന്ന, സങ്കടകരമെന്നോ നിരാശാജനകമെന്നോ ഒക്കെ പറയാവുന്നതായ അനുഭവങ്ങളും പിൽക്കാലത്ത് അത് ജീവിതത്തിൻ്റെ നന്മയ്ക്കായി കർത്താവ് വ്യാപരിപ്പിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. എത്രയോ അനുഗ്രഹകരമായ ഒരനുഭവമാണിത്. നമ്മുടെ ജീവിത അനുഭവങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം അതിനെ രൂപപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തനിക്ക് നേരിട്ടതായ കൈപ്പേറിയ അനുഭവങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ നിരത്തി വയ്ക്കുന്നത് കാണുവാൻ സാധിക്കും. താൻ പറയുകയാണ്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ എനിക്ക് ഭവിച്ചു. അങ്ങനെ താൻ എത്ര വലിയ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയതായ വ്യക്തിയായിരുന്നു. ഇങ്ങനെയുള്ള കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നതായ കാര്യം ശ്രദ്ധേയമാണ്. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ താൻ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നോക്കുക, കഷ്ടതയുടെ അനുഭവങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല,
ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഈ അനുഭവങ്ങൾ ഞങ്ങളെ നിരാശരാക്കുകയല്ല ചെയ്യുന്നത്, എന്നാൽ ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുകയും ഏറ്റവും ധൈര്യത്തോടെ നേരെ നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങളായി മാറുകയാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നതായ കാര്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ കഴിഞ്ഞ നാളിൽ നാം കടന്നുപോയതായ പാതകളിൽ നാം കഷ്ടതയുടെയോ പ്രയാസത്തിൻ്റെയോ ബുദ്ധിമുട്ടിൻ്റെയോ സങ്കടത്തിൻ്റെയോ ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോയെന്നിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, ആ അനുഭവങ്ങളെല്ലാം കർത്താവ് നന്മയ്ക്കായി ഒരുക്കിത്തന്ന് നമ്മെ സഹായിക്കുന്നു. അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എത്ര അനുഗ്രഹകരമായ ഒരു സംഗതിയാണത്. ഇന്ന് രാവിലെ സന്തോഷത്തോടെ കർത്താവിൻ്റെ അരികിലേക്ക് വരാം. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും ഈ കാലത്ത് നന്മയ്ക്കായി കർത്താവ് ഒരുക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവ് നമ്മെ സഹായിക്കുന്ന അനുഗ്രഹകരമായ അത്ഭുതകരമായ വഴികൾ കണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മുൻകാലങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഭവങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കർത്താവെ, പലപ്പോഴും ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് സങ്കടം സമ്മാനിച്ചിട്ടുണ്ട്, ചിലപ്പോൾ സന്തോഷം സമ്മാനിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കഷ്ടതയും ബുദ്ധിമുട്ടും സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കർത്താവെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ അനുഭവങ്ങൾ വലിയ സമ്പത്തായി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഈ കാലത്ത് ഒരു വലിയ അനുഗ്രഹത്തിന് നിദാനമാക്കി അത് മാറ്റി ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ വലിയ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് നൽകുന്നതായ നന്മകൾ കണ്ടുകൊണ്ട്, അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവ്വസ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം ഞങ്ങൾ പുത്രൻ മുഖാന്തരം അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.